പ്രിയപ്പെട്ട മക്കളെ, അടിസ്ഥാന പാഠാവലി അതായത് മലയാളം സെക്കൻഡ് ആദ്യത്തെ യൂണിറ്റാണ് ജീവൽ സ്പന്ദങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗം. ഈ യൂണിറ്റില് 3 ഭാഗങ്ങളായിട്ടുണ്ട്. ആദ്യം ഒരു ചെറിയൊരു കവിത തന്നിട്ടുണ്ട്, പിന്നീട് കൊച്ചനുജൻ എന്ന് പറഞ്ഞ വലിയൊരു കവിത തന്നിട്ടുണ്ട്, അതിനുശേഷം ഒരു ചെറുകഥ തന്നിട്ടുണ്ട്. അങ്ങനെ 3 ഭാഗങ്ങൾ അടങ്ങിയതാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ കവിതയാണ് നമ്മൾ നോക്കുന്നത്, ജീവൽ സ്പന്ദങ്ങൾ എന്ന് പറയുന്ന ഒരു കവിത. അതായത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമാണ്. ഈ പാഠഭാഗത്ത് മുഴുവനും സൂചിപ്പിക്കുന്നതും സ്നേഹത്തെ കുറിച്ചാണ്. സ്നേഹമില്ല എങ്കിൽ ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്, അല്ലെ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരും നമ്മളെ സ്നേഹിക്കണം. അച്ഛൻ സ്നേഹിക്കണം, അമ്മ സ്നേഹിക്കണം, കൂട്ടുകാർ സ്നേഹിക്കണം, അധ്യാപകർ സ്നേഹിക്കണം, അയൽവക്കക്കാർ സ്നേഹിക്കണം. അങ്ങനെ നാമുമായും ബന്ധപ്പെടുന്ന എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, അല്ലെ? നമുക്ക് വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ട്, അല്ലെ? പെറ്റ്സ്. അപ്പൊ നമ്മൾ അതിനെയൊക്കെ വളരെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. അവരും ആഗ്രഹിക്കുന്നത് എന്താണ്? സ്നേഹമാണ്, അല്ലെ? അപ്പോൾ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം എന്നുള്ളതാണ്. കവികൾ പാടിയിട്ടുണ്ട്, സ്നേഹമാണ് അഖില സാരം മൂഴിയിൽ. കുമാരനാശാന്റെ വരികളാണത്. എന്താണ്? സ്നേഹമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ്? സ്നേഹമാണ്. എല്ലാത്തിനും വലുത് സ്നേഹമാണ്. അതാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പറയുന്നത്. ഇവിടെ ഇ വി കൃഷ്ണപിള്ള പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്നേഹം പല വിധത്തിൽ അനുഭവപ്പെടാം. അച്ഛനും അമ്മയും സ്നേഹിക്കണത്, അല്ലെങ്കിൽ സഹോദരങ്ങൾ സ്നേഹിക്കുന്നത്, കൂട്ടുകാരെ സ്നേഹിക്കുന്നത് മാത്രമല്ല സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് ചെറിയൊരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പനിക്ക് തരുന്ന മരുന്ന് അതൊരു സ്നേഹമാണ്, അല്ലെ? ആ മരുന്ന് നമ്മുടെ പനി മാറ്റുന്നു, അപ്പൊ നമുക്കൊരു ആശ്വാസം ആവുന്നു. അപ്പൊ ഇതെന്തായി? അതും ഒരു സ്നേഹമായി മാറി. വായു എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമാണ്. ഭൂമി എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ സകല വസ്തുക്കളും എന്താന്ന് പറയുന്നത്? സ്നേഹമായിട്ടാണ് കവി കണക്കാക്കുന്നത്. കവി കണക്കാക്കുകയല്ല, ഇതെല്ലാം എന്താണ്? ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ടീച്ചറ് വായിച്ച് ഓരോന്നും പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം. എന്റെ ഭൂമിയായി വെള്ളമായി വായുവായി എന്റെ നിത്യനിധാനമാം സ്നേഹമേ, നെഞ്ചിൽ നീർവീഴ്ച ഞെക്കി ഞെരുക്കവേ നെല്ലരിത്തിള വെള്ളപ്പകർച്ചയായി എൻ മുറിപ്പാട് പൊത്തിപ്പൊതിഞ്ഞിടും പഞ്ഞിയായി നേർത്ത ശീലയായി ചീന്തലായി എന്റെ വേരിന്റെ മണ്ണിൽ വളങ്ങളായി എന്റെ ചില്ലയ്ക്ക് സൂര്യപ്രകാശമായി എന്റെ അന്നമായി ഉപ്പായി അനച്ചമായി എന്റെ നിത്യനിധാനമാം സ്നേഹമേ. കവി എല്ലാ തലത്തിലേക്കും പോയിട്ടുണ്ട്. ഭൂമി, വെള്ളം, വായു, ഇതെല്ലാം എന്താണ്? സ്നേഹമാണ്. പിന്നെന്താണ്? നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ മുറിപ്പാടിൽ വെക്കുന്ന പഞ്ഞി വരെ കവി എന്തായി കണക്കാക്കുകയാണ്? സ്നേഹമായിട്ട് കണക്കാക്കുകയാണ്. അതുപോലെ സൂര്യപ്രകാശവും വളങ്ങളും ഇതെല്ലാം എന്ത് തന്നെയാണ്? മണ്ണിൽ നിന്നും ഒരു സസ്യത്തിന് വളരാൻ ആവശ്യമായ ഘടകങ്ങൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നു. അപ്പോൾ അതും എന്ത് തന്നെയാണ്? സ്നേഹം തന്നെയാണ്. അങ്ങനെ നമ്മൾ അനച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളം ചൂട്. അപ്പൊ എന്താണ്? നമ്മുടെ ഭക്ഷണമായിട്ടും ഉപ്പായിട്ടും ഇളം ചൂടായിട്ട് വരുന്നതെല്ലാം സ്നേഹമാണ്. അതെന്താണ്? എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് എന്താണ്? നിത്യനിധാനം എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും കാരണം. അപ്പൊ എല്ലാത്തിന്റെയും കാരണം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സ്നേഹം. മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഇനിയൊരു ചോദ്യം തന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത്. സ്നേഹത്തെ കവി എന്തൊക്കെയായാണ് കൽപ്പിക്കുന്നത്? അതിനുള്ള കാരണങ്ങൾ എന്താവാം? നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. ടീച്ചർ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിക്കാം മക്കളെ. ജീവൽ സ്പന്ദങ്ങൾ. ജീവൽ സ്പന്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവന്റെ തുടിപ്പുകൾ. നോക്കാം നമുക്ക്. ഈ കവിത എഴുതിയിരിക്കുന്നത് ജി കുമാരപിള്ളയാണ്. കവിത എഴുതിയിരിക്കുന്നത് ജി കുമാരപിള്ള. സ്നേഹത്തിന്റെ വർത്തമാനം എന്ന ഭാഗത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് ഈ കവിത. ശ്രദ്ധിക്കാം. നമുക്ക് കവിത വായിച്ചു നോക്കാം. എന്റെ ഭൂമിയായി വെള്ളമായി വായുവായി എന്റെ നിത്യനിധാനമാം സ്നേഹമേ. അതായത് എല്ലാത്തിനും കാരണമായ സ്നേഹമേ, ഭൂമിയായും വെള്ളമായും വായുവായും എല്ലാത്തിൻ്റെയും കാരണമായ സ്നേഹമേ, നെഞ്ചിൽ നീർവീഴ്ച ഞെക്കി ഞെരുക്കവേ
നെല്ലരിത്തിള വെള്ളപ്പകർച്ചെ, അതായത് നീർവീഴ്ച എന്ന് പറയുന്ന ജലദോഷം നമ്മൾ പറയും, നെഞ്ചിൽ കഫക്കെട്ട് കിട്ടാന്നൊക്കെ പറയും അല്ലേ. ആ സമയത്ത് നമുക്കൊരു ആശ്വാസമായി വരുന്ന നെല്ലരിത്തിള വെള്ളപ്പകർച്ചയായി, അതും എന്ത് തന്നെയാണ്, സ്നേഹമായിട്ട് വരും. നീർവീഴ്ച മാറ്റുന്ന ഒരു സ്നേഹമായിട്ട് അതും സ്നേഹം തന്നെയാണ്. എൻ മുറിപ്പാട് പൊത്തിപ്പൊതിഞ്ഞിടും, അതായത് നമ്മുടെ കാലോ കൈയൊക്കെ മുറിയുമ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടാണ് അത് കെട്ടുക, പഞ്ഞിയായിട്ട്. പഞ്ഞി വയ്ക്കും അല്ലെ, പഞ്ഞി നേർത്ത ശീലയായി, ചെറിയ തുണിയായിട്ട്, ചീന്തലായി, ചെറിയ കഷ്ണങ്ങളായി. എൻ മുറിപ്പാട് പൊത്തിപ്പൊതിഞ്ഞിടും പഞ്ഞിയായി, നേർത്ത ശീലയായി, ചീന്തലായി. എന്റെ വേരിന്റെ മണ്ണിൽ വളങ്ങളായി, എന്റെ ചില്ലയ്ക്ക് സൂര്യപ്രകാശമായി. അതായത് ഒരു വൃക്ഷത്തിന്റെ വേരിന് വളങ്ങളാകുന്നു, മണ്ണിൽ നിന്ന് അത് വളങ്ങൾ വലിച്ചെടുക്കുന്നു. ചില്ലയ്ക്ക് എന്താണ്, സൂര്യപ്രകാശം. കാരണം എന്താ, ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ് എന്ത്, സൂര്യപ്രകാശം അല്ലെ. സൂര്യപ്രകാശമായി, എന്റെ അന്നമായി, ഉപ്പായി, അനച്ചമായി, എന്റെ നിത്യനിധാനമാം സ്നേഹമേ. എന്താണ്, എല്ലാത്തിനും കാരണമായ സ്നേഹമേ. അപ്പോൾ ഇതിലെ സ്നേഹത്തെക്കുറിച്ചാണ് കവി പറയുന്നത്. എന്തിന്, വായു സ്നേഹമാണ്, ഭൂമി സ്നേഹമാണ്, വെള്ളം സ്നേഹമാണ്. നമുക്ക് അസുഖം വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മരുന്ന് വരെ എന്താണ്, സ്നേഹമായിട്ട് കവി കാണുകയാണ്. അതുപോലെ തന്നെ വൃക്ഷങ്ങൾക്ക് വളരാൻ ആവശ്യമായ വളം മണ്ണിൽ കൊടുക്കുന്നു. അപ്പൊ മണ്ണും മണ്ണിനെയും സ്നേഹമായി കാണുന്നു, സൂര്യപ്രകാശത്തെയും സ്നേഹമായി കാണുന്നു. എന്തിനാണ്, അന്നം എന്ന് പറഞ്ഞ ആഹാരത്തിനെയും ഉപ്പിനെയും ഇളം ചൂടിനെയും എല്ലാം എന്ത് തന്നെയാണ്, സ്നേഹമാണ്. എല്ലാത്തിനും കാരണം എന്താണ്, സ്നേഹമാണെന്നാണ് ജി കുമാരപിള്ള എന്ന കവി എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, സ്നേഹത്തെ കവി എന്തൊക്കെയായാണ് കൽപ്പിക്കുന്നത്, അതിനുള്ള കാരണങ്ങൾ എന്താവാം. നമുക്ക് നോക്കാം. സ്നേഹത്തെ കവി ഇവിടെ എന്തൊക്കെയായിട്ടാ പറയുന്നത്, ഭൂമിയായി, വെള്ളമായി, വായുവായിട്ട് സ്നേഹത്തെ കാണുന്നു. പിന്നെന്താണ്, നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന മരുന്നിനെയും സ്നേഹമായി തന്നെ കാണാം. പിന്നെന്താണ്, വൃക്ഷങ്ങൾക്ക് വളമായും സൂര്യപ്രകാശമായും, സൂര്യപ്രകാശത്തെയൊക്കെ എന്തായിട്ട് തന്നെ കവി കാണുന്നു, സ്നേഹമായി കാണുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഇളം ചൂടിനെയും ഭക്ഷണത്തെയും ഉപ്പിനെയും എല്ലാത്തിൻ്റെയും കാരണമായിട്ട് കവി കാണുന്നത് എന്താണ്, സ്നേഹമാണ്. അപ്പൊ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് മക്കളെ, സ്നേഹമാണെന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ, സ്നേഹത്തെ കവി എന്തൊക്കെയായാണ് കൽപ്പിക്കുന്നത്, അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം ആവാം. ഉത്തരം, സ്നേഹത്തെ കവി ഭൂമിയായും വായുവായും വെള്ളമായും കാണുന്നു. സ്നേഹം പല സമയത്ത് പല രൂപങ്ങളിൽ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ അസുഖബാധിതരാകുമ്പോൾ മരുന്നായും, വിശക്കുമ്പോൾ അന്നമായും, ശരീരത്തിന് ഇളം ചൂടായും സ്നേഹം നമുക്ക് അനുഭവപ്പെടുന്നു. വൃക്ഷങ്ങൾക്ക് വളമായും ചില്ലകൾക്ക് സൂര്യപ്രകാശമായും സ്നേഹത്തെ നമുക്ക് കാണാം. അതായത് കവി പറയുന്നത് ജീവിതത്തിൻ്റെ സമസ്ത ഭാവമായി നമുക്ക് സ്നേഹത്തെ കാണാൻ സാധിക്കും എന്നാണ്. അതായത് നോക്കൂ മക്കളെ, ഇവിടെ ഇളം ചൂടായും സ്നേഹം നമുക്ക് കഴിഞ്ഞിട്ടൊരു പ് വന്നിട്ട്, ആ പ് വേണ്ട കേട്ടോ, അത് ടൈപ്പ് ചെയ്യുമ്പോൾ അറിയാതെ കയറി വന്നിട്ടുള്ള ഇതാണ്, അനുഭവപ്പെടുന്നു എന്ന് മതി കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പാഠം മനസ്സിലായെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. താങ്ക് യു.